മുംബൈ വീണ്ടും തിരിച്ച് ട്രാക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് ഡൽഹിക്കെതിരെ മികച്ച വിജയമാണ് മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയത്. ടീമിലെ എല്ലാ താരങ്ങളും ഒരുപോലെ കളിച്ചു. ഇതൊരു ടീം വർക്കിന്റെ വിജയമാണ്. ആ പഴയ മുംബൈയാണ് നമ്മൾ ഇന്ന് മത്സരത്തിൽ കാണാൻ സാധിച്ചത്. അങ്ങനെ മുംബൈ IPL തങ്ങളുടെ ആദ്യ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ മുംബൈ ഡൽഹി മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് മുംബൈ കളി ജയിക്കാൻ കാരണം അത് ബാറ്റിംഗ് ആണ്. ഓപ്പണിംഗിൽ ഇഷാനും രോഹിത്തും വെടിക്കെട്ട് പ്രകടനമാണെന്ന് പുറത്തെടുത്തത്. സാധാരണ മുംബൈയുടെ ഓപ്പണിംഗ് ഡൗൺ ആകാറുണ്ട്. എന്നാൽ ഇപ്രാവശ്യം രോഹിത് ശർമ്മ അതിന് സമ്മതിച്ചില്ല. ഇഷാനെയും കൂട്ടിപ്പിടിച്ച് മികച്ച കളി പുറത്തെടുത്തു. ഇതോടുകൂടി പവർ പ്ലേ ഓവറുകളിൽ മുംബൈ ഇന്ത്യൻസിന് 4 റൺസ് സ്കോർ ചെയ്യാൻ സാധിച്ചു. കളി ജയിക്കാൻ തന്നെയായിരുന്നു ഇന്ന് രോഹിത് ശർമ്മയുടെ പദ്ധതി. പാണ്ഡ്യ ക്യാപ്റ്റൻ ആയാലും രോഹിത് ശർമ്മയ്ക്ക് മുംബൈ ടീമിനോട് ഒരു ബാധ്യതയുണ്ട്. ടീമിനെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം. പാണ്ഡ്യയ്ക്ക് അത് സാധിക്കില്ലെന്ന് രോഹിതിന് അറിയാം. അതുകൊണ്ട് രോഹിത് ഇന്ന് നല്ല രീതിയിൽ കളിച്ചു. രോഹിത് 49ഉം ഇഷാൻ 42 റൺസും എടുത്തു. പക്ഷേ കുറെ കാലത്തിന് ശേഷം കളിക്കുന്നത് കൊണ്ട് സൂര്യക്ക് ഇന്ന് ഫോം ആകാൻ സാധിച്ചില്ല. സൂര്യ ഡെക്കിലാണ് പുറത്തായത്. പക്ഷേ ഇന്ന് എല്ലാവരെയും ഞെട്ടിച്ചത് റൊമേരിയോ ഷിപ്പേഡാണ്. ലാസ്റ്റ് ഓവർ താരത്തിന്റെ ഒരു വെടിക്കെട്ടാണ് നമ്മൾ ഇന്ന് കണ്ടത്. 10 ബോളിൽ താരം 39 റൺസാണ് അടിച്ചു കൂട്ടിയത്. റൊമേരിയും ടിം ഡേവിഡുമാണ് മുംബൈ ടീമിന് കൂറ്റൻ സ്കോർ ഇന്ന് സമ്മാനിച്ചത്. 20 ഓവറിൽ 234 റൺസാണ് മുംബൈ ഇന്ത്യൻസ് ഇന്ന് അടിച്ചു കൂട്ടിയത്. ഇന്നത്തെ മത്സരം ജയിക്കാൻ തന്നെയായിരുന്നു മുംബൈയുടെ പദ്ധതി. അതുപോലത്തെ കളിയാണ് ഇന്ന് അവർ കാഴ്ചവെച്ചത്. ഡൽഹി ശരിക്കും ചാമ്പലായി. മുംബൈക്ക് ഡൽഹി ഒരു എതിരാളി പോലുമല്ലായിരുന്നു. പിന്നീട് സെക്കൻഡ് ബാറ്റിംഗിൽ ഡൽഹിക്ക് മുംബൈയുടെ സ്കോർ മറികടക്കാൻ സാധിച്ചില്ല. പൃഥ്വി ഷോ ഓപ്പണിംഗിൽ ഇറങ്ങി നല്ല പ്രകടനം പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവർക്ക് ജയിക്കാൻ സാധിച്ചില്ല. നമ്മളിന്ന് പുതിയൊരു മുംബൈ ടീമിനെയാണ് കളിക്കളത്തിൽ കാണാൻ സാധിച്ചത്. പാണ്ഡ്യയും രോഹിത് ശർമ്മയും അതുപോലെ തന്നെ എല്ലാ താരങ്ങളും ഒത്തൊരുമിച്ച് കളിക്കുന്നു. ടീമിൽ ഇന്ന് ഒരു തർക്കങ്ങളും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയുള്ള മാച്ചിലും മുംബൈ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ഇപ്രാവശ്യം മുംബൈ പ്ലേ ഓഫിൽ എത്തുമെന്നത് ഉറപ്പാണ്. എന്തായാലും ഡൽഹിക്കെതിരെ മുംബൈ ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.